ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നോപ്പൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പാർ ഐ ഡി അല്ലെങ്കിൽ ABC നമ്പർ എന്താണെന്നുള്ളതാണ്. ഇപ്പം അഡ്മിഷൻ എടുക്കുന്നവർക്ക് കുറേ പേർക്കുള്ള സംശയമാണ് എന്താണ് അപ്പാർ ഐ ഡി അല്ലെങ്കിൽ ABC ID എന്ന് പറയുന്നത്. ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡാറ്റയും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇതാണ് ഈ അപ്പാർ ഐ ഡി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ അതിൻ്റെയൊക്കെ, ഇപ്പോൾ പ്രീ പ്രൈമറി ആയിക്കോട്ടെ, ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ, +1 +2, അതേപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത്, അങ്ങനെ എല്ലാ ക്വാളിഫിക്കേഷനും കൂടിയും ലിങ്ക് ആയിട്ടുള്ള ഒന്നാണ് ഈ അപ്പാർ ഐ ഡി പറയുന്നത് അല്ലെങ്കിൽ ABC നമ്പർ എന്ന് പറയുന്നത്. ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡിജി ലോക്കറിൽ കയറിയിട്ട് അതിനകത്ത് നിങ്ങൾ ലോഗിൻ ആവുക. അതായത് നിങ്ങളുടെ ആധാർ ലിങ്ക് ആയിട്ടുള്ള നമ്പറിലോട്ട് ഒരു OTP വരും. ആ OTP അടിച്ചു കൊടുത്തിട്ട് ഡിജി ലോക്കറിൽ ലോഗിൻ ആവുക. എന്നിട്ട് സെർച്ച് ഡോക്യുമെൻറ്റ്സിൽ പോയിട്ട് അപ്പാർ ഐ ഡി അല്ലെങ്കിൽ അപ്പാർ ഐ ഡി എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പാർ ഐ ഡി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലിങ്ക് ആവുന്നതായിരിക്കും. ഇനി ഓൾറെഡി അഡ്മിഷൻ എടുത്തു എന്നിട്ട് ABC നമ്പർ ലിങ്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഗ്നൂവിൽ തന്നെ ഡിജി ലോക്കറിൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇഗ്നു സമർത്ഥിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഇഗ്നുവിൽ ലോഗിൻ ആയിക്കഴിഞ്ഞാൽ ലിങ്ക് അപ്പാർ ഐ ഡി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ അക്കാഡമിക് ക്രെഡിറ്റ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റ ആണ് എന്നാണ് പറയുന്നത്. നമ്മളെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അഡ്മിഷൻ എടുക്കുമ്പം. എന്നാൽ കൂടിയും ഇത് യൂസ്ഫുള്ളാണ്. നമുക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാവരും ലിങ്ക് ചെയ്യുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചാൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ ഇഗ്നോ കോണ്ടൻസിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.